പ്രധാനമന്ത്രി PM കിസാനെ കുറിച്ച് നിരവധി വീഡിയോകൾ നമ്മുടെ SG ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുവാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഈ PM കിസാനെ സംബന്ധിച്ച് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനകത്തെ ഒരു നിജസ്ഥിതി നിങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലോങ് ആണ്. കൃത്യമായിട്ട് കർഷകരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ കാണുക. കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പറഞ്ഞ പോലെ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷനും നിങ്ങൾക്ക് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ രണ്ടാമത് ചെക്ക് ചെയ്യുന്നതിനെക്കുറിച്ചും ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ വീഡിയോ കണ്ടും വെച്ചിട്ട് രാവിലെ മുതൽ തന്നെ ഇപ്പോൾ നമ്മുടെ സെൻറ്ററിലായിക്കോട്ടെ, അക്ഷയ സെൻറ്റർ ആയിക്കോട്ടെ തുടങ്ങിയവയെല്ലാം ചെന്ന് തിരക്കുകൾ വെച്ച് അവരുടെ മറ്റുള്ള ജോലികളെയും കൂടെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പം വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 30,000-ഓളം ഈ PM കിസാൻ സംബന്ധിച്ചിട്ടുള്ള പുതിയ അപേക്ഷകളും അത് സംബന്ധിച്ചുള്ള തിരുത്തലുകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതിനെ കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. കാരണം വെച്ചാൽ നിരവധി ആളുകൾ ഇന്ന് തന്നെ ഒരു 10-40 പേരോളം ഈ പല സമയങ്ങളിൽ വന്നിട്ട് ഇത് ചെയ്യുവാൻ വേണ്ടി വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഈ സംഭവം വന്ന ഉടനെ തന്നെ നമ്മൾ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിലും ഈ പറഞ്ഞ പോലെ ഭാരത് സർക്കാർ സംരംഭമായി കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻറ്ററിന് പോലും ഈ ID കിട്ടിയിട്ടില്ലായിരുന്നു ഫസ്റ്റിൽ ഇത് ചെയ്യുവാനുള്ള. അപ്പോൾ ഇത് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ കൃഷി ഓഫീസുകളിലാണ്. ഇപ്പോൾ അതായത് കർഷകരുടെ കൃഷി ഓഫീസ് വഴിയാണ് ഈ പറഞ്ഞ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഹെവി ട്രാഫിക് ആയതിനാൽ ചില ആപ്ലിക്കേഷനുകളൊന്നും കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഇത് സിസ്റ്റത്തിൽ എൻ്റർ ആയിട്ടില്ല. മാത്രമല്ല അവിടുന്ന് യാതൊരു പ്രൂഫും പേപ്പറുകളും ഒന്നും കിട്ടിയിട്ടുമില്ല നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും വന്ന് ഈ പറഞ്ഞ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ നിങ്ങളുടെ കൃത്യമായിട്ട് എൻട്രി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ സ്ഥിരം ആളുകളുടെ ഒരു പ്രവണത കാണുന്നതാണ്, ഫോൺ വിളിച്ചു പറയുക, അതുപോലെ തന്നെ വാട്സപ്പിൽ ഇടുക. ഇങ്ങനെയുള്ള സംഭവത്തിലൂടെ ഈ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ നമുക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് യാതൊരു കാരണവശാലും കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആരുടെ പേരിലാണോ നിങ്ങൾ കർഷക PM കിസാൻ സമ്മാന നിധി പൈസ ലഭിക്കുന്ന ആ ആളിൻ്റെ ആധാർ കാർഡും ആ ആളിൻ്റെ ലേറ്റസ്റ്റ് കരമടച്ച രസീത് 26-27 കരമടച്ച രസീതും ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോണുമായിട്ട് നിങ്ങൾ നേരിട്ട് സെൻറ്ററിൽ വന്ന് ഈ പറഞ്ഞതുപോലെ ചെക്ക് ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്വന്തമായിട്ട് ചെയ്താൽ ഇത് യാതൊരു കാരണവശാലും ഇത് കിട്ടുകയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കൃഷി ഓഫീസിൽ പോലും ഈ സൈറ്റിൽ വളരെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇത് രാവിലെ 9:30 മുതൽ ഏകദേശം ഒരു 10-10:30 വരെയൊക്കെ ഇത് വർക്ക് ചെയ്യും. അതിനുശേഷം വൈകുന്നേരങ്ങളിൽ ചില സമയത്ത് വർക്ക് ചെയ്യും. ഇന്ന് വൈകിട്ട് കുറച്ച് സമയങ്ങളിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഈ കുറച്ച് ആളുകളുടെ നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യമാണ് ഇതിൽ കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും ഈ കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ്റെ ID ഇപ്പോൾ കോമൺ സർവീസ് സെൻറ്ററുകളിൽ കേന്ദ്ര സർക്കാർ മുഖേന ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഇതിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് കയറി നോക്കിയാൽ കാണാം, CSC ലോഗിൻ ID കാണാം. അപ്പോൾ അംഗീകൃത CSCയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ID കൂടെ ലോഗിൻ ചെയ്താൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ ഇത് ചെയ്തതാണെങ്കിൽ കൃത്യമായിട്ട് അതിൽ കാണിക്കും. പിന്നീട് അത് ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഈ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. പൂർത്തിയായെങ്കിൽ മാത്രമേ നിങ്ങളുടെ അടുത്ത 23ാമത്തെ ഗഡുവും ഇനിയുള്ള മുന്നോട്ടുള്ള ഗഡുക്കളും നിങ്ങൾക്ക് വളരെ സുഖമായി കിട്ടുകയുള്ളൂ. ഈ PM സമ്മാന നിധി മാത്രമല്ല, ഈ കർഷക ID കൊണ്ട് നിങ്ങൾക്ക് കർഷക സംബന്ധമായ ഇനിയുള്ള ഗവൺമെൻറ്റിൻ്റെ വിവിധ കാര്യങ്ങൾക്കും ഈ ID നമ്പർ അത്യാവശ്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളിത് ചെക്ക് ചെയ്യുക. ചെയ്തതിന് ശേഷം ഇത് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ PM കിസാൻ്റെ പൈസ ഇപ്പോൾ ലാസ്റ്റ് ഗഡു കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ കമൻറ്റ് ചെയ്ത ആളുകളുടെ നമ്മൾ പേഴ്സണലായിട്ട് ലിങ്ക് അയച്ചു കൊടുത്ത് അവരതിൽ വന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തു പോയി. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ PM കിസാൻ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃഷി ഓഫീസിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അത് PM കിസാൻ്റെ നോഡൽ ഓഫീസറുടെ
ആരാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ്. കാരണം വെച്ചാൽ അതൊക്കെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രെയിനിങ്ങും കാര്യങ്ങളും വരുമ്പോൾ കൃത്യമായിട്ട് ഇത് ഓരോ ജില്ലകൾക്കും ഓരോ PM കിസാൻ്റെ നോഡൽ ഓഫീസർമാരുണ്ട്. അപ്പോൾ അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്കറിയാവുന്നതാണ്. അങ്ങനെ നിരവധി കേസുകൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഓണർ തന്നെ നേരിട്ട് വന്ന് നമ്മുടെ സെൻറ്ററിലെത്തി വേറെ നിങ്ങൾ സ്വന്തമായിട്ട് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് റെഡിയാക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളുടെ അടുത്ത് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. കാര്യം എന്ന് വെച്ചാൽ ചിലർ ബാങ്ക് അക്കൗണ്ടുകൾ 3-4 എണ്ണം കാണും. ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഈ അക്കൗണ്ടിലായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ പൈസ വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, വേറൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ PM കിസാൻ മറ്റുള്ള ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ പോലെയല്ല. നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് കറക്റ്റ് ചെയ്താൽ ഈ പറഞ്ഞ പോലെ നിരവധി ദിവസങ്ങളെടുക്കും അത് അതിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആകുവാൻ. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ യാതൊരു കാരണവശാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടതില്ല. മെയിനായിട്ട് അവരിപ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, കൃഷി ഓഫീസ് വഴി ചെയ്തത് പൂർണ്ണമായിട്ട് സക്സസ് ആയിട്ടുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. പിന്നെ KYCയുടെ കാര്യം വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഈ 2 കാര്യം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകും. പിന്നെ ഈ ID കാർഡും മറ്റും അത് ഗവൺമെൻറ് പറയുന്ന സമയത്തെ നമുക്കിത് കിട്ടുകയുള്ളൂ. അതും ചോദിച്ച് നിരവധി ആളുകൾ വരുന്നു. ഈ കതിരാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കേരള സർക്കാർ നേരത്തെ കൊണ്ടുവന്നിരുന്നു. അതിലൂടെയുള്ള രജിസ്ട്രേഷൻ പൂർത്തിയായവർക്കാണ് ഈ പറഞ്ഞ ഒരു കതിരാപ്പിൻ്റെ ഒരു ID എടുത്തു കൊടുക്കുന്നത്. അത് വേണമെന്നും പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അത് ഈ IDയും ഈ പറഞ്ഞ കർഷക IDയും ഈ IDയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിരവധി നമ്മുടെ SD ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിരവധി കർഷകർ, കോടിക്കണക്കിന് കർഷകർ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പല രീതിയിൽ PM കിസാനിൽ അനുഭവിക്കുന്ന കർഷകർ ഒരുപാട് ആളുകൾ കാണും. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമയമുള്ള സമയത്ത് നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ എന്തുവാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ കർഷക സുഹൃത്തുക്കളിലും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം 2000 വെച്ച് നമുക്ക് കിട്ടുന്ന ഒരു വർഷത്തെ ആനുകൂല്യം മുടങ്ങാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇത് എല്ലാവരിലും എത്തിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SD ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.